ബാക്ക് ടു അഫ്രിൻഡാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കണത് നമ്മൾ ഡ്രാഗൺ മാർട്ടിൽ പോയപ്പോൾ സ്ലൈം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ എനിക്ക് സ്ലൈം ഇതുവരെ ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, വാങ്ങിച്ചിട്ടും ഇല്ല. അപ്പോൾ ഇന്ന് നല്ല എക്സൈറ്റഡ് ആണ് ഇത് ഉണ്ടാക്കി നോക്കാനായിട്ട്. നല്ല സേഫാണെന്നാണ് വീഡിയോയിൽ എഴുതിയേക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് പൊട്ടിക്കാം. കമോൺ. അപ്പോൾ ഗൈസ് നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഗൈസ് നമ്മൾ പൊട്ടിച്ചു. ഇതിലൊരു വെള്ളം പോലത്തെ സാധനം ഫെൻറ്റാസ്റ്റിക് ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാഷബിൾ കളർ ഗ്ലൂ ഉണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ സ്ലൈം എങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് ഇതിൻ്റെ ബാക്കിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് ഇതാ രണ്ട് ഗ്ലൂ അല്ല, ഒരു കളർ ഗ്ലൂവും ഒരു ഫെൻറ്റാസ്റ്റിക് ലിക്വിഡും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു പാത്രം വേണം കേട്ടോ. ഞാൻ പാത്രം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഇൻസ്ട്രക്ഷൻസിൽ നോക്കുമ്പോൾ കുഴിയുള്ള പാത്രമാണ് എനിക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു കുഴിയുള്ള ഇതെടുത്തു. പിന്നെ നമുക്ക് ഇളക്കാനായിട്ട് ഒരു സംഭവം വേണം. അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ ഗൈസ് ഇതാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കളറും ബ്ലൂ, ഇതും ബ്ലൂ. പിന്നെ ഈ കളറായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കട്ടെ. വാഷ് യുവർ ഹാൻഡ്, pour out the milk color changing glue into the container according to your demand. ഓക്കെ, നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ കൈ കഴുകാനാണ് പറയണം. കൈ കഴുകിയിട്ട്. അപ്പോൾ ഗൈസ് ഞാൻ കൈയൊക്കെ കഴുകി. എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ഡിമാൻഡിനനുസരിച്ചിട്ട് സ്ലൈം കഴിച്ചെടുക്കാം. എനിക്ക് അറിയില്ല ഇതെങ്ങനെ ആവും എന്നുള്ളത്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് എന്താവുമെന്ന് അറിയത്തില്ല. പൊട്ടിക്കണ്ടേ ഇത്? എങ്ങനെ ഉണ്ടാക്കണേ എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ഓ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ പൊട്ടിച്ച് കൊടുക്കണം. ഇതിങ്ങനെ ഇവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പൊട്ടിച്ചെടുക്കാം. ഞാനൊരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കച്ചിറക്കി ഇടാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ആദ്യം കാണിച്ച പ്ലേറ്റിലാണ് നമ്മൾ ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി അടച്ചു കൊടുക്കുക. അടച്ചോനെ ഒരു പേടിയാണ്. അറിയില്ല എങ്ങനെയാവുന്നു. ചെയ്ത് നോക്കാം. മൂടി വെച്ചിട്ടാണോ ഒഴിക്കണേന്ന് പറഞ്ഞാൽ മൂടി വെച്ചിട്ട് ഒഴിക്കണത്. അടച്ചു കൊടുക്കാൻ അടച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഇതാ കഷ്ടപ്പെട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വെച്ചെടുക്കാം. എനിക്ക് തോന്നുന്നത് തുറന്നിട്ടാണ് തോന്നുന്നത്. എങ്ങനെ ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ എന്താ തുറക്കുന്നുണ്ട്. ഇതാ തുറന്നേ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ഡിമാൻഡിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഞാൻ ഇത്തിരി ബാക്കി വെക്കുന്നുണ്ട്. കാരണം ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാലോ. അതുകൊണ്ട് ഞാൻ എന്താ എടുത്ത് വെച്ചു. ഉള്ളിക്കാക്കിയിട്ട് ഇത്തിരി എടുത്തിട്ടുള്ളൂ. ഇത്തിരിയും കൂടെ എടുക്കാം അല്ലേ? ഇത്തിരിയും കൂടെ എടുക്കാം. ഓക്കെ, ഇത്തിരിയും കൂടെ എടുക്കാം. കാരണം ഇത്തിരി ആയിട്ടുള്ളൂ. ഇപ്പം തന്നെ ഇത്തിരി ആയിട്ടുള്ളൂ. ഇത്തിരിയും കൂടെ എടുക്കാം. ഓക്കെ, ഇത്ര ആണ്. ഇനി ഒഴിക്കണ്ട. മുന്നിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റായി. ഇനി നമുക്ക് എന്തായാലും അടുത്ത ഇൻസ്ട്രക്ഷൻ വായിക്കാം. ഓക്കെ, ഇതടഞ്ഞു കേട്ടോ. സെറ്റായി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. അടുത്ത ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ. സ്ക്രൂ ദ ക്യാപ്പ് ആൻഡ് ഡ്രോപ്പ് ഇൻ ദ ഫെൻറ്റാസ്റ്റിക് ലിക്വിഡ് സ്ലോലി ആസ് നീഡഡ്. എത്ര നമുക്ക് വേണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. പുട്ട് മൈ ബ്രാൻഡ് ഗ്ലൂ ഇൻ ടു കണ്ടെയ്നർ, ആഡ് എ സ്പൂൺഫുൾ ഓഫ് ഫെൻറ്റാസ്റ്റിക് ലിക്വിഡ് each time, stir until the molding then can make slime
ഫെൻഡാസ്റ്റിക് ലിക്വിഡ് യൂസ് സ്പെഷ്യൽ ഫോർമുല പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒഴിച്ചെടുക്കാം. ഇത് തുറക്കണം. എനിക്ക് ഇത് ഒഴിക്കാൻ ചെറിയ പേടിയുണ്ട് കേട്ടോ. ഇത് വെള്ളം പോലെയാണ് ഉള്ളത്, അതുകൊണ്ട് എത്ര പെട്ടെന്ന് അങ്ങോട്ട് കയറുമെന്ന് അറിയത്തില്ല. ഒന്ന് പൊട്ടിക്കട്ടെ. അപ്പോൾ ഗൈസ് ഇത് ഇത്തിരി തുറക്കാൻ ഇത്തിരി പാടായിരുന്നു. ഞാൻ എന്നിട്ട് ചെക്കോട്ടേക്ക് കൊടുത്തിട്ട് തീയൊക്കെ കത്തിയിൽ ഇതാക്കിയിട്ടായിരുന്നു തുറന്നത്. അപ്പോൾ നമുക്ക് എത്ര സ്ക്രീവ് ദ ക്യാപ്പ് ആൻഡ് സ്ക്രീവ് ആക്കാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ആൻഡ് ഡ്രോപ്പ് ഇൻ ദ ഫെൻഡാസ്റ്റിക് ലിക്വിഡ് സ്ലോലി ആസ് നീഡഡ്. സ്ലോലി ആയിട്ട് ഒഴിക്കുക. നമുക്ക് നീഡഡ് ആയ എത്ര ഡ്രോപ്പ് ഒഴിക്കണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അതാണ് നല്ല കൺഫ്യൂസ്ഡ്. എത്ര ഒഴിച്ചിട്ടുണ്ട്? ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വെച്ചു. ഇനി നമുക്ക് എന്തായാലും ആക്കി കൊടുക്കാം. അടുത്ത് വന്നിട്ട് സ്റ്റിർ ഇറ്റ് ഫുള്ളി അൺടിൽ വെൻ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. ഒരു കട്ട പോലെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നന്നായി ഇളക്കി ഗൈസ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ല കട്ടിയിലായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ അവസ്ഥ. നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ. നമുക്ക് നേരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല കട്ടിയാണ്. അപ്പോൾ ഗൈസ് നല്ല കട്ടിയിലായി വരുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഗ്ലൂ ആണ് സ്മെല്ല്. Slime with your hands, it can be stretched or shaped in different ways. സ്ലൈം ആയിന്ന് തോന്നുന്നു. അതായത് 2-3 മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല കട്ടിയുണ്ട്. ഇനി എന്തായാലും അവസ്ഥ കാണിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. നല്ല സ്ലൈം പോലെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് ഇത് പുറത്തേക്ക് എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കൈത ഈ കൊലായി. ഇത് ഈ എക്സ്പെരിമെൻ്റ് കൊളായോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് സ്ലൈം പരിവാകുമെന്ന് പറഞ്ഞിട്ട് ഒരു പരിവായില്ല. 2-3 പീസ് പോലെ വെച്ചിട്ട്. എന്തായാലും നമുക്കൊന്ന് ഇളക്കി നോക്കാമെന്ന് പറയാം. ഇവർ എന്തുകൊണ്ടൊക്കെ എഴുതിയിട്ട് ഞാൻ അതേപോലെ ചെയ്തു. അതേപോലെ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. അത് തന്നെ ആയിരിക്കും, എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ ചെയ്തതിൽ ഇപ്പോൾ ഇത് കൊള്ളായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ നന്നായി ഇളക്കി നോക്കി. എനിക്ക് വിഷമമാവണത്. എത്ര എക്സൈറ്റ്മെൻറ്റ് കൂടിയാണെന്ന് അറിയാം ഇത് ചെയ്തത്. ഒരു പേട്ട സ്മെല്ലും വരുന്നുണ്ട് ഇതിൽ നിന്ന്. എന്താ സംഭവം അറിയത്തില്ല. ഒരു സ്മെല്ലൊരു ഇതില്ല. അതായത് ഇങ്ങനെ ഇരിക്കുന്നു. തനിക്കൊക്കെ ഒരു ബാഡ് സ്മെല്ലായിട്ടുണ്ട്. ഓൾ റൈറ്റ്സ് എനിക്കറിയത്തില്ല എന്താവും. ഈ ഇതിൽ കാണിച്ചേക്കുന്നത് നല്ല അടിപൊളി സ്ലൈം ആവണത് പോലെയാണ്. പക്ഷെ ഇതെന്തോന്നും അറിയില്ല. കാരണം ഇങ്ങനെ പോകണം. സ്ലൈം ആയോന്ന് എനിക്കറിയത്തില്ല. അത് എല്ലാത്തിനെയും കൂടെ ഒന്ന് മിക്സാക്കി നോക്കട്ടെ. ഇത് സ്ലൈം ആയോന്ന് പറയാൻ പറ്റത്തില്ല. ഒരിത്തിരിയും കൂടെ ആയിക്കഴിഞ്ഞാൽ അതൊരു സ്ലൈം പോലെ ആയിട്ടുണ്ടാകും. എനിക്കറിയത്തില്ല. എൻ്റെ ഇക്കൊക്കെയും പോയി. നാട്ടിൽ ഇക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സെറ്റാക്കി തന്നെ. ഞാൻ എന്തായാലും ഇങ്ങനെ എടുത്തിട്ടൊന്ന് ജസ്റ്റ് കയ്യുമ്പോൾ ഒരു സെറ്റ് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. സ്ലൈമായൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അത്ര ഒരു ഇതൊന്നും തോന്നുന്നില്ല. സ്ലൈമായും തോന്നുന്നു ഗൈസ്. കാരണം അതേ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
സ്ലൈമായി നേരത്തെ പറഞ്ഞത്. അപ്പോൾ എന്തോ ഒരു ഇതിനായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാതും കൂടെ വെറുതെ എടുത്തൊന്ന് നോക്കിയപ്പോഴത്തേനും എല്ലാതും കൂടെ പോകുന്നു. അതുകൊണ്ട് ഇതൊരു സ്ലൈം പോലെ ആയിരുന്നു തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാം. യെസ് ഗൈസ്, ദിസ് ഇസ് സ്ലൈം. പൊട്ടിപ്പോന്നു. ഇത് സ്ലൈമാണെന്ന് പറയാൻ പറ്റും. മറ്റേ സ്ക്വിഷി ഇല്ലേ, അതേപോലെ ആയിട്ടുണ്ട്. സ്ലൈമല്ല. കുറേ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഴുന്നുണ്ട്. എന്തായാലും ഒരു ബാഡ് സ്മെല്ലാണ് ഇതിന്. എനിക്ക് സ്മെല്ല് അങ്ങോട്ട് പറ്റണില്ല. എന്തായാലും നമുക്കൊന്ന് സ്പ്രേ അടിച്ച് നോക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇത് ഫേക്കല്ല. എനിക്ക് ഞാൻ ചെയ്തതിൽ എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് കാരണമാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് അറിയില്ല ഇതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയുക, എന്തെങ്കിലും ചെയ്തതിൽ. എന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റാ, ബൈ ബൈ, സീ യു. പോവല്ല കേട്ടോ. ഞാൻ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വാഷ്റൂമിൽ പോയി അല്ലുവിൻ്റെ കയ്യിൽ സ്ലൈം കൊടുത്തിട്ട് കൈ കഴുകി വന്നപ്പോഴത്തേനും അല്ലു ഇതാ സ്ലൈം ആക്കിയിട്ടുണ്ടത്. ഞാൻ ഗ്ലൗസൊക്കെ ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ അല്ലു ഒന്നുകൂടെ ഇതാക്കി നോക്കിയപ്പോൾ പൊട്ടി. ഇനിയിപ്പോൾ അവൾ എന്തോ കാണിച്ചിട്ട് ഇങ്ങനെ നീക്കുമ്പോൾ അതേ വീട് പൊട്ടി. ഇല്ല, നോ പ്രോബ്ലം. ഇതെന്തായാലും കൊളായി. എന്തേ? ഓക്കെ ശരിയായിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഇടുന്നു നേരത്തെ വന്നത്. അപ്പോൾ സ്ലൈം ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വന്നേ, ഒന്ന് തൊട്ടക്കട്ടെ. ഇത് സ്ലൈം പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു നമ്മളെ മിഠായി ഒക്കെ ഇല്ലേ, അതേപോലെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എന്നാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ. ഇനി എന്തെങ്കിലും കൂടി പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ